السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ നാലാമത്തെ സെഷനിലെ നാലാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലെ 15-16 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ഇനി നമുക്ക് ആ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നോക്കാം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. എന്നാൽ മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ ഇതാ ആദരിച്ചിരിക്കുന്നു എന്ന്. ഫഅമ്മൽ ഇൻസാൻ എന്നാൽ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു അവന്റെ രക്ഷിതാവ് അവനെ പരീക്ഷിക്കുകയും ഫഅക്രമഹു അവനെ ആദരിക്കുകയും ചെയ്താൽ, വനഅമഹു അവനെ അനുഗ്രഹിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ സൗഖ്യം നൽകുകയും ചെയ്താൽ, ഫയഖൂൽ അപ്പോൾ അവൻ പറയും, മനുഷ്യൻ പറയും, റബ്ബി എന്റെ രക്ഷിതാവ് അക്രമനി എന്നെ ഇതാ ആദരിച്ചിരിക്കുന്നു എന്ന്. 16-ാമത്തെ ആയത്ത് വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്നാൽ അവനെ അഥവാ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്ന് പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ ഉപജീവനം ഒന്ന് ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ ഇതാ അപമാനിച്ചിരിക്കുന്നു എന്ന് അല്ലെങ്കിൽ നിന്ദിച്ചിരിക്കുന്നു എന്ന്. വഅമ്മാ എന്നാൽ ഇദാ മബ്തലാഹു അവനെ അഥവാ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുകയും ഫഖദറ അലൈഹി റിസ്ഖഹു അവന്റെ ഉപജീവനത്തെ ഒന്ന് ഇടുക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ, ഫയഖൂലു അപ്പോൾ ആ മനുഷ്യൻ പറയും, റബ്ബി എന്റെ രക്ഷിതാവ് അഹാനനി എന്നെ ഇതാ അപമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിന്ദിച്ചിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ പറയുമെന്നാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. മനുഷ്യ ജീവിതം നന്മ തിന്മകൾ കോർത്തിണക്കപ്പെട്ട ഒരു ശ്രേണി പോലെയാണ്. നമുക്കറിയാലോ, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ അവസ്ഥകൾ വളരെ വ്യത്യസ്തമാണ്. ഓരോ ദിവസവും ഓരോ രൂപത്തിലും ഓരോ കോലത്തിലുമാണ് നമ്മൾ പുലരി കാണുന്നത്. അതേപോലെ തന്നെ പുലരിയിലുള്ള അവസ്ഥയല്ല വൈകുന്നേരങ്ങളിൽ നമുക്കുണ്ടാകുന്നത്. ഓരോ നിമിഷങ്ങളിലും വ്യത്യസ്തങ്ങളായുള്ള അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. സന്തോഷവും സന്താപവും മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതം ക്രമപ്പെട്ടു കൊള്ളണമെന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ ഉത്ഭവിച്ചു വരുന്ന സന്തോഷവും സന്താപങ്ങളും എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നന്മയും തിന്മയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. അത് മനുഷ്യന് നിശ്ചയിക്കപ്പെട്ടുള്ള കാര്യവുമാണ് എന്ന് നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ മനുഷ്യന്റെ പൊതുവായുള്ള ഒരു സ്വഭാവമാണ് ഈ രണ്ടു വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിയായുള്ള വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കാത്ത ആളുകൾ അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുമെന്നാണ്, ഇതെല്ലാം എന്റെ റബ്ബ് എന്നെ ആദരിച്ചതിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ ഇത് എന്റെ സൽപ്രവർത്തനങ്ങളുടെ ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനന്തരഫലമായി കൊണ്ട് ഭൗതിക ലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ എന്റെ അനന്തരഫലമാണ് അല്ലെങ്കിൽ എനിക്ക് നൽകിയ ആദരവാണ് എന്നിങ്ങനെ അവർ മനസ്സിൽ സങ്കല്പിക്കുമെന്നാണ്. എന്നാൽ അതേ രീതിയിൽ തന്നെ തന്റെ ജീവിതത്തിൽ തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ താൻ താല്പര്യപ്പെടാത്തതായ മാർഗേണ തന്റെ ജീവിതം നയിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ
അതുമല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു ഇടിവ് സംഭവിക്കുകയോ ഒരു കുറവ് സംഭവിക്കുകയോ ചെയ്താൽ അവൻ ഇങ്ങനെ മന്ത്രിക്കുമെന്നാണ്, അള്ളാഹു എന്നെ ഇതാ അവഗണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ കൈവെടിഞ്ഞിരിക്കുന്നു, എന്നെ അപമാനിച്ചിരിക്കുന്നു എന്നിങ്ങനെ അവർ പരാതി പറയുമെന്നാണ്. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്നാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഭൗതിക ലോകത്ത് നമുക്ക് നൽകുന്ന സുഖങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ സന്തോഷവും സന്താപവും ഒക്കെ ആകട്ടെ ഐഹിക ജീവിതത്തിലെ ഈ സുഖ സൗകര്യങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ മനുഷ്യനുള്ള സ്ഥാനമാനത്തിന്റെയോ ഇഷ്ടത്തിന്റെയോ വെറുപ്പിന്റെയോ മാനദണ്ഡമായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. സന്തോഷ സൗകര്യ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും സന്താപ ഞെരുക്ക കാലഘട്ടങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന പക്ഷം അത് രണ്ടും മനുഷ്യന് ഗുണകരമായി കലാശിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ അത് ആ രീതിയിൽ നമ്മൾ സ്വീകരിക്കാതെ അതല്ലാത്ത വിപരീതാർത്ഥത്തിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അത് ദോഷകരമായി കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പാരത്രിക ലോകത്ത് അത് തീർത്തും തനിക്ക് എതിരായി അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായിരിക്കുമെന്നാണ്. അപ്പോൾ മനുഷ്യന്റെ ഈ പ്രകൃതം അത് ഉൾക്കൊള്ളുകയും പരീക്ഷണ ഘട്ടങ്ങളിൽ കാലിടറാതെ മുന്നോട്ട് ഗമിക്കുകയുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുമുള്ള നന്മയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്, ഇഹ്സാനാണ്, ഫളലാണ്. അതൊരിക്കലും തന്നെ അള്ളാഹു തന്നെ ആദരിച്ചതോ അല്ലെങ്കിൽ ബഹുമാനിച്ചതോ തന്റെ സൽക്കർമ്മങ്ങൾ കണ്ടുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു കൊടുത്ത കാര്യങ്ങളോ അല്ല, മറിച്ച് അത് തീർത്തും അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. അതേ രീതിയിൽ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് അള്ളാഹു തന്നെ അവഗണിച്ചതോ നിന്ദിച്ചതോ അല്ല എന്നും അവൻ തന്നെ പരീക്ഷിക്കുകയാണെന്നും അതിൽ ക്ഷമ അവലംബിക്കുന്നവർക്കാണ് വിജയമുള്ളത് എന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളിൽ പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫയകൂനു സാബിറൻ ഇൻദൽ ബലാ, പ്രയാസഘട്ടങ്ങളിൽ അവൻ ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ സമീപിക്കേണ്ടതുണ്ട്. ഷാക്കിറൻ ഇൻദർ റഖാ, അതേപോലെ തന്നെ സമൃദ്ധി കാലഘട്ടങ്ങളിൽ തന്റെ സന്തോഷ സാഹചര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കുകയും റബ്ബിനോട് നന്ദി പറയുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട് എന്ന നിർദ്ദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പോൾ ഏതൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിലൂടെ പറഞ്ഞു തരുന്നുണ്ട്, വഫിൽ ആയതൈനി ഇശാറത്തുൻ ഇലാ അന്നഹു യജിബു അലൽ ഇൻസാനി അൻ യതസബ്ബർ. അഥവാ ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസകരമായുള്ള കാര്യങ്ങൾ വന്നാലും നമുക്ക് സൗഖ്യം നിറഞ്ഞ കാര്യങ്ങൾ വന്നാലും ശരി, ചില ചോദ്യങ്ങൾ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ധാരാളം സമ്പത്തുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്കൊരു പ്രയാസവുമില്ല, സമൃദ്ധമായി ജീവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മോട് ചോദിക്കണം, ലിമാദാ അഅതാനി അല്ലാഹുൽ മാൽ, എനിക്ക് എന്തിനാണ് അള്ളാഹു സമ്പത്ത് നൽകിയത്? മാദാ യുരീദു മിന്നി, എന്നിൽ നിന്ന് എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിന്റെ ഉത്തരമായി കൊണ്ട് കണ്ടെത്തണം. യുരീദു മിന്നി അൻ അഷ്കുർ, അള്ളാഹു എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ നന്ദി കാണിക്കണം, നന്ദിയുള്ളവനായി മാറണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് സമ്പത്ത് നൽകിയതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതേ രീതിയിൽ തന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹമാണെങ്കിലും ശരി, അതിനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ രീതിയിൽ, എനിക്ക് എന്തിനാണ് അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ നൽകിയത്? അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഞാൻ നന്ദി ചെയ്യുന്നവനാകുവാൻ വേണ്ടിയാണ് എന്ന് നാം കണ്ടെത്തുന്നതിലൂടെയാണ് നമ്മുടെ വിജയം നമ്മൾ കരസ്ഥമാക്കുന്നത് എന്നാണ്. അതിന്റെ മറുപുറം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായി കൊണ്ട് ശോഷണം ഉണ്ടാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ ബിൽ മറദ് രോഗങ്ങൾ ബാധിച്ചുകൊണ്ടോ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കേണ്ടി വരുമ്പോൾ അതിലൂടെയെല്ലാം നമ്മൾ നമ്മോട് ചോദിക്കണം, എന്തിനാണ് അള്ളാഹു എനിക്ക്
ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നത്? ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം എന്തിനായിരിക്കും അള്ളാഹു എനിക്ക് നൽകിയത്? ഏതൊക്കെ രീതിയിൽ ഞാൻ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോഴും അവിടെയെല്ലാം എനിക്ക് പരാജയമാണ് അനുഭവപ്പെടുന്നത്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ എനിക്ക് ബാധിക്കുന്നു. ഞാൻ എന്നോട് ചോദിക്കണം, എന്താണ് എന്നിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് ആവശ്യപ്പെടുന്നത്? അതിന്റെ ഉത്തരം യുരീദു മിന്നി അൻ അസ്ബിർ, ഞാൻ ക്ഷമിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. എത്രയൊക്കെ പരീക്ഷണങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കേണ്ടി വന്നാലും കാലിടറാതെ മുന്നോട്ട് കുതിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഗുണപാഠം. فليكن محاسبا لنفسه حتى لا يكون مثل حال الإنسان المبني على الجهل والظلم. തീർത്തും അന്ധകാരത്തിൽ വസിക്കുന്ന വിവരദോഷികളായുള്ള ആളുകൾ പറയുന്ന ഈ സംസാരം ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയുടെ നാവിലൂടെ വരാൻ പാടില്ല എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഥവാ അള്ളാഹു എന്നെ കൈവെടിഞ്ഞിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നെ അവഗണിച്ചിരിക്കുന്നു എന്നോ, ജീവിതത്തിൽ തീർത്തും പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു എന്നെ അവഗണിച്ചിരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെയുള്ള നിരാശയുടെ വർത്തമാനങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ പാടില്ല എന്ന ഏറ്റവും വലിയ നിർദ്ദേശം ഈ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തീർത്തും പരീക്ഷണമാണ്. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അഥവാ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ജീവിതവും മരണവും തീർത്തും പരീക്ഷണമാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ ബാധിക്കുമെന്ന് സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. അഥവാ അല്ലാഹു പറയാണ്, വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി ഉണ്ടാക്കിക്കൊണ്ട്, വൽ ജൂ, വിശപ്പുണ്ടാക്കിക്കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക ശോഷണം അനുഭവിപ്പിച്ചുകൊണ്ട്, വൽ അൻഫുസ്, അതേപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം നിമിത്തം, വസ്സമറാത്ത്, ഫലങ്ങളിലുള്ള നഷ്ടങ്ങൾ. ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. വബശിരി സ്വാബിരീൻ, അവിടെയെല്ലാം ക്ഷമാലുക്കൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ്. അപ്പോൾ വ്യത്യസ്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നീ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രീതിയിൽ പ്രയാസങ്ങൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും അള്ളാഹു നമ്മെ പരീക്ഷിക്കും. സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം അനുഭവിക്കുക തന്നെ ചെയ്യും. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ നന്മകളായിക്കൊണ്ടും തിന്മകളായിക്കൊണ്ടും ജീവിതത്തിൽ സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ആ രീതിയിലൂടെയെല്ലാം അള്ളാഹു മനുഷ്യരെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മുടേതായി നമ്മൾ പരിഗണിക്കുന്ന, നമ്മൾ കണക്കാക്കുന്ന നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അത് യഥാർത്ഥത്തിൽ ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. സൂറത്തു തഗാബുനിലും സമാനമായ വചനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ സമ്പത്ത്, നമ്മളെല്ലാം ആയിക്കൊണ്ട് നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ സമ്പത്ത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങൾ അതൊരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ മുമ്പ് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ അനന്തരഫലമോ അല്ലെങ്കിൽ ആ സൽക്കർമ്മങ്ങൾ മൂലം അള്ളാഹു നമ്മെ ആദരിക്കുന്നതോ ഒന്നുമല്ല. സ്വത്തും സമ്പാദ്യവും അള്ളാഹു മനുഷ്യന് നൽകുന്നത് ഒരിക്കലും തന്നെ മനുഷ്യൻ മുമ്പ് ചെയ്ത കർമ്മങ്ങൾക്ക് അള്ളാഹു ധൃതിപ്പെട്ട് ഭൗതിക ലോകത്ത് തന്നെ നൽകുന്ന നന്മയായിക്കൊണ്ട് ഒരിക്കലും അത് കണക്കാക്കാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 55-56 വചനങ്ങൾ
യഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. അവർ വിചാരിക്കുന്നുണ്ടോ സ്വത്തും സന്താനങ്ങളും നൽകി നാം അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്, നാം അവരെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം നന്മകൾ നൽകുവാൻ ധൃതി കാണിക്കുകയാണ് എന്ന്? ഒരിക്കലുമല്ല. ബൽ, അല്ല, അങ്ങനെയല്ല. ലാ യശ്ഉറൂൻ, അവർ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഭൗതിക ലോകത്ത് സന്താനങ്ങൾ നൽകുന്നതോ അല്ലെങ്കിൽ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്നതോ ഒരിക്കലും തന്നെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു പെട്ടെന്ന് നൽകുകയല്ല. മറിച്ച് അതെല്ലാം തന്നെ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് എന്നാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മ തിന്മകളെല്ലാം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. സമൃദ്ധി കാലഘട്ടങ്ങളിൽ റബ്ബിന് നന്ദി ചെയ്യുവാനും പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള വിശേഷണമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ വിശ്വാസം എത്ര കണ്ട് മുറുകെ പിടിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ പരീക്ഷണങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് യാഥാർത്ഥ്യമാണ്. അത് പ്രവാചകന്മാർ അനുഭവിച്ചതാണ്. അത് വിശ്വാസം അടിയുറപ്പിച്ച എല്ലാ സ്വഹാബിമാരാകട്ടെ, താബിഉകളാകട്ടെ, ഇമാമുമാരാകട്ടെ, ആരായാലും അവരെല്ലാം തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്ത് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നൊക്കെ പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതായ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ആൾബലമോ അങ്ങനെ തുടങ്ങിയുള്ള അള്ളാഹുവിൻ്റെതായുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അള്ളാഹു തന്നെ ആദരിച്ചതാണ് എന്നോ അല്ലെങ്കിൽ അത് നാം ചെയ്ത നന്മകളുടെ പ്രതിഫലമാണെന്നോ ഒരിക്കലും തന്നെ കണക്കാക്കുവാൻ പാടില്ല. മറിച്ച് അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന യഥാർത്ഥ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ആ സമൃദ്ധി കാലഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അള്ളാഹുവിലേക്ക് നന്ദിയുള്ളവരായി മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെ നാം ഏൽക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പറഞ്ഞ് അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങളായ ഭീതി പരത്തുന്നതായ ഓരോ കാര്യങ്ങളും അത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം നമുക്ക് അടിയുറപ്പിക്കുവാൻ നമ്മൾ അത് കാരണമായി എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രീതിയിൽ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസം അടിയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.